ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് അടുത്തൊക്കെ പയ്യ സ്വാഗതം. അങ്ങനെ തന്നെ പറയാൻ തോന്നുന്നു, എനിക്കറിയില്ല. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറയണതിന് മുന്നേ ആദ്യം എന്നെ കുറിച്ച് ഒന്നുകൂടി പറയാം. എൻ്റെ പേര് നിവിൽ കൃഷ്ണ. ഞാനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിരുന്നു. കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് തൃശ്ശൂർ ഒരു സ്റ്റാർട്ടപ്പിൽ നമ്മൾ വെബ് ഡെവലപ്മെൻറ്റും കുറച്ച് ആപ്പ് ഡെവലപ്മെൻറ്റൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോവായിരുന്നു സമാധാനമായിട്ട്. നമ്മള് അതിന്റെ ഇടയിൽ ഒരു ട്രാജഡി ഉണ്ടായി. ആ ട്രാജഡി പറഞ്ഞപ്പോ വീട്ടിലിരിപ്പാണ്. അതിനെ കുറിച്ച് നമുക്ക് പറയാം. അതിനു മുന്നേ ഞാനൊന്ന് കട്ട് ചെയ്തോട്ടെ. ഫസ്റ്റ് വ്ളോഗ് വീഡിയോ ആയതുകൊണ്ട് തന്നെ എന്തൊക്കെയോ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. ഇത് വിചാരിക്കണ പോലെ നമ്മൾ ഈ പറഞ്ഞ മാതിരി യൂട്യൂബിലെ ആൾക്കാരുടെ ഇത് കാണുന്ന പോലെ അത്ര എളുപ്പമല്ല എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമുക്ക് എൻ്റെ ട്രാജഡിയിലേക്ക് കിടക്കാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജോബ് സ്വിച്ച് ആയിരുന്നു എനിക്ക്. ഒരു രണ്ടാമത്തെ ഇന്റർവ്യൂവിൽ തന്നെ എനിക്ക് അത്യാവശ്യം നല്ലൊരു കമ്പനിയുടെ പേരൊന്നും നമ്മൾ പറയുന്നതല്ല, കമ്പനിയിൽ ജോബ് കിട്ടി. ഓഫർ ലെറ്റർ ഒക്കെ സെറ്റായി. നമ്മൾ സാലറി പാക്കേജ് ഒക്കെ ഡിസൈഡ് ചെയ്ത് ഓഗസ്റ്റ് 25 ആയിരുന്നു നമ്മുടെ ജോയിനിങ് ഡേറ്റ്. നമുക്ക് അപ്പോൾ പഴയ കമ്പനിയിൽ നിന്ന് ഒബ്വിയസ്ലി അതിന് മുന്നേ ഇറങ്ങണം. അപ്പോൾ ഓഗസ്റ്റ് 23 ആയിരുന്നു നമ്മുടെ ഇറങ്ങുന്ന ദിവസം. അതെല്ലാം നമുക്ക് ഹാപ്പി ആയിട്ട് പോയി, കുഴപ്പമൊന്നും ഉണ്ടായില്ല. നമ്മൾ ചിലവൊക്കെ കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് വീട് പറയുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ വൈകുന്നേരം ഉണ്ടായതാണ് ട്രാജഡി. നമ്മൾ HR കോണ്ടാക്ട് ചെയ്യാണ്. ഓക്കെ, നമുക്ക് റിലീവിങ് ലെറ്റർ കിട്ടി. പിന്നെ എന്താ പറയുക, നമ്മുടെ അവിടെ നിന്ന് ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഒരുവിധം മേടിച്ച് നമ്മൾ ഈ കമ്പനിയിൽ കയറാൻ ഇനി എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് വേണമെന്ന് ചോദിക്കാൻ വേണ്ടി HR കോണ്ടാക്ട് ചെയ്തപ്പോൾ HR പറഞ്ഞു, നെവിലിന്റെ 25 ജോയിനിങ് ഡേറ്റ്, മേ ബി യു ക്യാൻ ജോയിൻ ഓൺ 28. അപ്പൊ എനിക്ക് കൺഫ്യൂഷനായി. 25 ജോയിൻ ചെയ്യണം ഞാൻ, പിന്നെ എന്തിനാ 28 ജോയിൻ ചെയ്യണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനായി. പക്ഷെ എന്നാലും അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, നമുക്ക് ഒരു തിങ്കളാഴ്ച ആവണമെന്നായിരുന്നു ആഗ്രഹം. അപ്പൊ അത് നമുക്കത് അങ്ങനെ ആക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല. അതൊരു ഓണത്തിന്റെ ടൈം ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം, ഓഗസ്റ്റ് സെപ്റ്റംബർ 2 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിന്റെ സമയമാണ്. അപ്പോൾ അവർ പറഞ്ഞു ഓണത്തിന് ശേഷം ജോയിൻ ചെയ്താലും മതി നെവില്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രീത്തിങ് ടൈം ഉണ്ടായിരുന്നില്ല. ഒരു കമ്പനിയിൽ നിന്ന് ഇറങ്ങി പറഞ്ഞ തന്നെ വേറൊരു കമ്പനിയിൽ കയറേണ്ട ഒരു അവസ്ഥയാണ്. ഞായറാഴ്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയി. ആക്ച്വലി എനിക്ക് പഴയ കമ്പനിയിലേക്ക് ഓണത്തിന് വിസിറ്റ് ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു എനിക്ക്. അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച അതേമാതിരി നമ്മൾ ഓണവും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കറക്കമൊക്കെ ആയിട്ട് പോയി. രണ്ടാമത്തെ ആഴ്ച നമ്മൾ അപ്ഡേറ്റ്സ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഓണം കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞു നെവിലൊന്ന് സ്റ്റാൻഡ് ബൈ ആണ്, നമുക്ക് എന്താ പറയുക, ഒരു പ്രൊജക്ടിന്റെ ഡിസൈൻ സ്റ്റാർട്ട് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ആ പ്രൊജക്റ്റിലേക്കാണ് നെവിലിനെ അസൈൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രൊജക്റ്റിലേക്കാണ് നെവിലിനെ എടുത്തത്, അത് സ്റ്റാർട്ട് ആയിട്ടില്ല. അപ്പോൾ അതിലേക്ക് അതിന് മുന്നേ നെവിലിനെ അവിടെ ജോയിൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് കമ്പനിക്ക് പൊതുവെ നഷ്ടമാണ്. കാരണം അത്രയും നാള് എനിക്ക് പണിയും ഉണ്ടാവില്ല, അവരെന്നെ പണിയില്ലാതെ വെറുതെ സാലറി തരുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും രണ്ടാമത്തെ ആഴ്ചയും സ്റ്റാൻഡ് ബൈ ആയി. കുഴപ്പമില്ല, കാരണം നമ്മളെ ഒരു കോർപ്പറേറ്റ് ലൈഫിൽ നിന്ന് ഒരു 2 വർഷത്തോളം നമ്മൾ രാവും പകലും പണിയെടുത്തിട്ട് നമുക്കൊരു ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനേ ശ്രമിക്കുള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് സൈക്ലിങ്ങിന്റെ പ്രാന്തമുണ്ട്, അത് ഞാൻ ഫോട്ടോസൊക്കെ ഞാൻ ഇട്ടേക്കാം. അപ്പോൾ എനിക്ക് ഒരു കുറച്ച് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു, ഒരു 100-120 കിലോമീറ്റർ എനിക്ക് സൈക്കിൾ ഓടിക്കണം എന്നുള്ളത്. നമ്മൾ മാക്സിമം കൂടി പോയി ഒരു 50 കിലോമീറ്റർ ഒക്കെ തന്നെ ഓടിച്ചിട്ടുള്ളൂ. അപ്പൊ 100 കിലോമീറ്റർ എങ്ങനെയെങ്കിലും സിംഗിൾ ഗോള്, അല്ലെങ്കിൽ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 100 കിലോമീറ്റർ ആയി. അപ്പൊ അങ്ങനെ ഒരു 100 കിലോമീറ്റർ അടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതങ്ങനെ സാധിച്ചു. അത് കൊല്ലങ്കോട് നമ്മൾ പാലക്കാട് ജില്ലയിലേക്ക് പോയിട്ട് തിരിച്ചു വന്നു. 100 കിലോമീറ്റർ ആയി, വണ്ടി ഫുൾ പണിയായി. അത് പിറ്റേ ദിവസം പറയാ കഥ. അപ്പോ രണ്ടാമത്തെ ആഴ്ച അങ്ങനെ പോയി, നമ്മള് സൈക്കിൾ റൈഡിങ്ങും അത് റെഡിയാക്കാൻ കൊടുക്കാൻ പോലും ഒക്കെ ആയിട്ട്. ഇനി മൂന്നാമത്തെ ആഴ്ചയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബോറടിച്ച് ചത്തു. കാരണം അത്രയും നാള് നമ്മൾ ബിസി ആയിട്ട് എപ്പോഴും വർക്ക് ചെയ്തിരുന്ന നമ്മൾ ഇങ്ങനെ ഫ്രീ ടൈം കിട്ടുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനില്ല. യൂട്യൂബ് വീഡിയോസ് കണ്ടു മടുത്തു. എന്താ പറയാ, നമ്മൾ BGMI കളിക്കാറുണ്ടായിരുന്നു. BGMI നമ്മൾ കളിച്ച് മടുക്കും. എത്ര നേരം നമ്മൾ BGMI കളിക്കുക. അതേപോലെ തന്നെ ഈ പറഞ്ഞ സൈക്കിൾ റെഡിയാക്കാൻ കൊടുത്തു. അപ്പോൾ പിന്നെ സൈക്കിള് ഓടിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല.
അതിൻ്റെ ഇടയിൽ വെയ്യാണ്ടായി, ഇപ്പോഴും വെയ്യാണ്ടായി. എൻ്റെ സൗണ്ടൊക്കെ മാറിയിട്ടാണ് ഇരിക്കുന്നത്. ഓൾറെഡി എൻ്റെ സൗണ്ട് അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ പനിയും ജലദോഷവും ബാക്ക് പെയിനും എല്ലാം വന്നിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ അതും ലോക്കായി. എന്നിട്ട് നമ്മൾ HR വീണ്ടും കോണ്ടാക്ട് ചെയ്തു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മെയിലും മെസ്സേജൊക്കെ ആയിട്ട് നമ്മൾ അപ്ഡേറ്റ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫൈനലി HR ഒരു 3-4 ദിവസം എനിക്ക് റിപ്ലൈ തന്നില്ല. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായിട്ടോ. കാരണം നമ്മൾ ഒരു കമ്പനിയിൽ നിന്ന് ഇറങ്ങി അടുത്ത കമ്പനി കയറാൻ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ അപ്പോൾ എന്താ പറയുക, ഒരു ജോയിനിങ് ഇപ്പോഴും കൺഫേം ആയിട്ടില്ല. നമ്മുടെ കയ്യിലെ ഫണ്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ HR വീണ്ടും കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ HR പറഞ്ഞു, നെവിലെ നമുക്ക് ഒരു ദിവസം വിളിക്കാട്ടോ, നാളെ രാവിലെ തന്നെ ഒരു കോൾ വെക്കാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ചെറുതായിട്ടൊന്നും മനസ്സിലായി. കാരണം പൊതുവെ ഇങ്ങനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ എന്തൊരു സീരിയസ് കാര്യം പറയുന്നതായിരിക്കും. അപ്പോൾ ഞാനെന്തോ എന്താ പറയുക, ശുഭാപ്തി വിശ്വാസം നമ്മൾ കൈവിട്ടില്ല. നല്ലതേ പറയൂ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ ഇരുന്നു. അടുത്ത ദിവസം വിളിച്ചപ്പോഴാണ് പറയുന്നത് അവിടെ ഈ പ്രൊജക്ടിന്റെ വയർ ഫ്രെയിം കൺഫേം ആയിട്ടില്ല. അപ്പം അതിന്റെ ക്ലൈന്റ് യൂറോപ്പ് ട്രിപ്പ് പോയി ഇത്ര. അപ്പോൾ ആളത് നോക്കിയിട്ടില്ല. വയർ ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വെബ്സൈറ്റിന്റെ UI ചെയ്യണതിന് മുന്നേ ഒരു ചെറിയ റഫ് ഐഡിയ കൊടുക്കും ക്ലയന്റിന്. അപ്പോൾ അത് ക്ലയന്റ് കൺഫേം ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ സ്റ്റക്കായിട്ടിരിക്കുകയാണ് അത്രയും നാള്. അപ്പോൾ പിന്നെ അങ്ങനെ HR എന്നിട്ട് പറഞ്ഞു, ആദ്യമായിട്ടാണ് നമുക്കും ഇങ്ങനെ ഓൺ ബോർഡിങ്ങിൽ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നെവിലൊരു കാര്യം ചെയ്യണം, എന്തായാലും 1-2 മാസം ഡിലേ ആവും. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യണത് നെവിൽ വേറെ കുറച്ച് സ്ഥലത്തൊക്കെ ജോബൊക്കെ നോക്കുക, ബാംഗ്ലൂരും വേറെ സ്ഥലത്തൊക്കെ ജോബ് നോക്കാനൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് ഇപ്പം എൻ്റെ കൈയൊക്കെ കാണിക്കണം. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. നമ്മുടെ ഉള്ള ജോലി പോയി വേറൊരു ജോലി കയറുന്ന അതും പെൻഡിങ് ആയി എന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ജോബ് ഹണ്ടിങ്ങിന് ഇറങ്ങുക എന്നുള്ളൊരു കൺസെപ്റ്റാണത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗ് പോലെ എടുക്കാമെന്ന് ഉദ്ദേശിച്ചു. അതുള്ളൊരു സംഭവം. അപ്പോൾ അതാണ് ഈ നമ്മൾ ഇങ്ങനൊരു വ്ളോഗിങ് ചെറിയൊരു വീഡിയോസ് സെറ്റ് ചെയ്യാനുള്ള ഒരു കാരണം. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി നമ്മൾ ടച്ച് ടൈപ്പിംഗ് പിന്നെ ജോബ് ഹണ്ടിങ് ഒക്കെ ചെറുതായിട്ട് ചെയ്യുന്നുണ്ട്. ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടെ റേഞ്ചിൻ്റെ ഭയങ്കര ഇഷ്യൂ ഉണ്ട് കേട്ടോ. അതാണ് മെയിൻ ഇവിടുത്തെ ഒരു പ്രോബ്ലം. റേഞ്ചിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കട്ട പോലും കിട്ടൂല, അത്രയും ബുദ്ധിമുട്ടാണ് ഇവിടെ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ HR പൊതുവേ ഇപ്പോൾ മെയിലിനായിട്ടും കൂടുതൽ കോൾസിലാണ് റിലേ ചെയ്യുന്നത്, സാധാ കോൾസിൽ. അപ്പോൾ അവർക്ക് എന്നെ വിളിച്ചാൽ കിട്ടൂല. അപ്പോൾ അതിനൊരു പ്രതിവിധി കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇതിൽ സിം ഇട്ടിട്ട് നമ്മൾ വെക്കുക. നമുക്ക് പുറത്തെങ്ങാനും പോകേണ്ടി വന്നു കഴിഞ്ഞാൽ സിം എടുത്തിട്ട് എൻ്റെ മെയിൻ ഫോണിലേക്ക് ഇടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഐഡിയ. അപ്പോൾ നോക്കാം എത്രത്തോളം വർക്കാവത്തുള്ളത്. വീഡിയോസൊക്കെ നമുക്ക് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം, മാക്സിമം ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.